മാന്യമഹാജനങ്ങളെ, വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക്. നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം, വാർത്തയുടെ തെളിച്ചം. അങ്ങനെ നമ്മുടെ യാത്ര നിലമ്പൂർ മണ്ഡലത്തിൽ ഇങ്ങനെ തുടരുകയാണ്. നമ്മൾ മൂത്തേടത്താണുള്ളത്. മൂത്തേടത്ത് ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെയാണ് നമ്മളുള്ളത്. ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഫാദർ ഷിബിൻ ഇ ജോസഫ്. ഫാദർ, പരീക്ഷയുടെ സമയമാണ്. അതെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാം, സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്കും വലിയ പരീക്ഷയുടെ സമയമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിലമ്പൂർ നിയോജകമണ്ഡലം മുഴുവനും രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വേദിയായി മാറുന്നുണ്ട്. ഇവിടെ മന്ത്രിമാർ, MLA മാർ, സ്ഥാനാർത്ഥികൾ എല്ലാവരും വരുന്നുണ്ടല്ലോ അല്ലേ? അതെ, രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു നിറം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ ദിവസവും MP മാരും MLA മാരും കോളേജ് വിസിറ്റ് ചെയ്യുന്നു. കാൻഡിഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ്, എല്ലാവർക്കും നല്ല പിന്തുണയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സങ്കടവും പരിഭവം ഒക്കെ അപ്പോൾ പറയുകയും ചെയ്യാം അവരെ കണ്ട്. തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യുന്നത്. ഫാദർ എബ്രഹാം പതാകിൽ ഇവിടുത്തെ CEO ആണ്. ഫാദർ, ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ജനങ്ങൾക്ക് ശരിക്കൊരു വിലയുള്ള ടൈം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണ് നമ്മളെ കാണാൻ ആളുകൾ. എത്രമാത്രം ഒരു വലിയൊരു, ഈ കോളേജിനകത്ത് രാഷ്ട്രീയമല്ല, പക്ഷെ അതിനപ്പുറത്ത് എത്രമാത്രം വലിയൊരു ജനാധിപത്യ മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണല്ലോ ഈ രാഷ്ട്രീയക്കാരൊക്കെ. അപ്പോൾ നമ്മൾ അവരുടെ ഓരോരുത്തരും നമ്മുടെ അടക്കളിൽ കടന്നു വരികയും അതുപോലെ തന്നെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് നന്നായിട്ട് ജയിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏത് MLA വന്നാലും നിങ്ങളുടെ MLA എങ്ങനെയായിരിക്കണം? വികസനം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മികച്ചത് നാവുക എല്ലാവരേക്കാളും. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ ചുങ്കത്ര ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നമ്മളെ വീട്ടിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഇങ്ങനെ വോട്ട് ചോദിച്ചിട്ട്. നമ്മുടെ എന്നെ ആൾക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും സപ്പോർട്ടീവാണ്. എല്ലാവരും പാർട്ടി ബേസ്ഡ് നോക്കാതെ നല്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന, നമ്മുടെ നാടിന് ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം വെച്ചുകൊണ്ടേ കോളേജിലെ പിള്ളേർ കോളേജിൻ്റെ ആവശ്യങ്ങൾ അവർ പറയുക. അവർ വളരെ വൈബ്രൻ്റാണ്, പഴയ പോലെയല്ല. അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയും. രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു MLA ആയിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം. അത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത്. പാർട്ടിയോ വ്യക്തിയോ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ ഉള്ളത്. പക്ഷേ സൊസൈറ്റി എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരള രാഷ്ട്രീയം ഒന്നാകെ നിലമ്പൂരിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, ടെലിവിഷനിൽ മാത്രം കണ്ട് പരിചയമുള്ള മുഖങ്ങൾ, അവരെല്ലാവരും ഇവർക്ക് മുന്നിലെത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്.